Hello everyone, welcome back to Story World. സോ ഇന്നത്തെ സ്റ്റോറി എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഒരു അപ്ഡേറ്റ് പറയാം. ഞാനിതാ വരുന്ന മൺഡേ ടു സാറ്റർഡേ നൈറ്റ് 10 o'clock ഞാൻ വന്ന് ഫുൾ ആൻഡ് ഫുൾ ഗോസ്റ്റ് സ്റ്റോറീസാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതും ഇപ്പോൾ നടന്ന കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ ഈ ടെക്നോളജിയും നമ്മുടെ ഈ നമ്മുടെ ഈ ഇപ്പോഴത്തെ പരിഷ്കാരവും ഇതൊക്കെ വരുന്നതിന് മുമ്പേ നടന്ന സംഭവങ്ങളാണ് പറയാൻ പോകുന്നത്. അതിന് ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് പറയാം, അതെല്ലാം റിയൽ സംഭവങ്ങളായിരിക്കും പറയാൻ പോകുന്നത്. സോ നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക. അടുത്തതായിട്ട് ഇന്നത്തെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഫ്രണ്ട് നിരഞ്ജനിക്ക് ഒരു ഗോസ്റ്റ് എക്സ്പീരിയൻസ് നടന്നത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ 2 പാർട്ടുണ്ട്. ഒരു പാർട്ട് ഷോർട്സും ഒരു പാർട്ട് ഫുൾ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് നോക്കിയിട്ട് ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമുക്ക് വൈകിപ്പിക്കേണ്ട, വീഡിയോയിലോട്ട് പോയാലോ. സെക്കൻഡ് പാർട്ട് സ്റ്റോപ്പ് ചെയ്തിരുന്നത് ഇവളുടെ അമ്മയ്ക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. അതിലായിരുന്നു സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ആ ഫോൺ കോൾ വേറെ ആരുടേതല്ല, ഇവളുടെ നിരഞ്ജനയുടെ അച്ഛൻ വിളിച്ചതാണ്. കാരണം നിരഞ്ജനയും അവളുടെ അച്ഛനും ബൈക്കിൽ വന്നിട്ടിരിക്കുമ്പോൾ എന്തോ ഒരു സാധനം പെട്ടെന്ന് ഇങ്ങനെ കുറുകെ പോയി ഇവർ സഡൻ ബ്രേക്ക് ഇട്ടതിൽ ബൈക്കിൽ നിന്ന് വീഴുകയായിരുന്നു. സോ ചെറിയൊരു ചതവുണ്ട്. ബട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു അന്ന് മാത്രം ഒന്ന് സ്റ്റേ ചെയ്തിട്ട് വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് വിളിച്ചത് എന്ന് പറഞ്ഞതും ഇവിടെ വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ലൈബ്രറിയിലെ ഡോറ് ഭയങ്കര ശക്തമായിട്ട് അടയുകയായിരുന്നു. അത് കേട്ടപ്പോൾ ഇവളുടെ അമ്മയ്ക്ക് കുറച്ചുകൂടെ പേടി തോന്നി. ഇവളുടെ അമ്മ വന്ന് ഹോസ്പിറ്റലിൽ പോവാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇവർക്ക് അങ്ങനെ വലിയ പ്രോബ്ലം ഒന്നുമില്ല. ചെറിയൊരു കയ്യിൽ കുറച്ച് ചതവ് അങ്ങനെയൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവളുടെ അമ്മ അവിടെ നിന്ന സമയത്ത് പേഷ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബൈസ്റ്റാൻഡർ ഇവളുടെ അമ്മയായിട്ട് വന്ന് പരിചയപ്പെടുന്ന സമയത്താണ് അറിയുന്നത് അവരും ഇവരുടെ നാട്ടുകാരാണ്. അത് ഇവരുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കട ഇട്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു അവർ. അപ്പോൾ ഇവർ ചോദിക്കുകയാണ്, നിങ്ങളാണല്ലേ ആ വീട് വാങ്ങിയത്, എനിക്ക് വന്ന് പരിചയപ്പെടാനൊന്നും പറ്റിയിരുന്നില്ല എന്ന് പറയാണ്. എന്നിട്ട് ഈ സ്ത്രീ ചോദിക്കുകയാണ്, നിങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് തന്നെയാണോ ആ വസ്തു വാങ്ങിയത് എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ ഇവളുടെ അമ്മ ചോദിച്ചു, എന്തങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു, വേറെ ഒന്നുമല്ല, അവിടെ നേരത്തെ ഒരു കപ്പിൾ വന്ന് വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ അവർ വന്ന് ഇവരുമായിട്ടൊന്നും ഭയങ്കര മിങ്കിളൊന്നും ആവുന്നൊന്നുമില്ലായിരുന്നു. സാധനം വാങ്ങാൻ പോലും വരില്ലായിരുന്നു. 3 മാസമൊക്കെ കഴിഞ്ഞ സമയത്ത് അവിടെ എന്നും വഴക്കാണ്. നൈറ്റ് ആകുമ്പോൾ എന്നും അടിയും ബഹളവും വഴക്കായിരുന്നു. കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ ബന്ധുക്കളൊക്കെ വന്ന് ഒത്തുതീർപ്പാക്കിയതായിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഒരു പ്രോബ്ലം ഒന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ടാണ് പോയിട്ടിരുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും വഴക്കായി ഇരുന്നല്ലോ. ആ കപ്പിളിൽ ആ വൈഫ് വന്ന് ഓടിയിട്ട് ഇവരെ കടയിൽ വരികയായിരുന്നു. കരഞ്ഞിട്ട് വന്ന് പറയായിരുന്നു, ഭയങ്കരമായിട്ട് എന്നെ ഉപദ്രവിക്കുന്നു, എനിക്ക് സമാധാനം തരുന്നില്ല, അവൻ കഞ്ചാവ് അടിക്കും, വെള്ളം അടിക്കും, ഭയങ്കര പ്രശ്നമാണ്, ഒരു സമാധാനവുമില്ല, ഒരിക്കൽ വന്ന് ഫാമിലിയൊക്കെ വന്ന് കോംപ്രമൈസ് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പോകാൻ പേടിയാണ്, അവൻ എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞ് അവൾ സംസാരിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ പറയായിരുന്നു, ശരി നീ പേടിയാണെങ്കിൽ പോകണ്ട, എന്ന് നമ്മുടെ വീട്ടിൽ സ്റ്റേ ചെയ്തോ, എന്നിട്ട് നാളെ നിൻ്റെ വീട്ടിലോട്ട് പോയിക്കോ എന്ന് അവർ പറയണം. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അവർ വന്ന് അന്ന് അവിടെ തന്നെയാണ് തങ്ങിയിരുന്നതെന്ന്. പിറ്റേ ദിവസം എന്ത് ചെയ്തു, അവർ വീട്ടിലേക്ക് പോവാണ്. അതായത് ഈ വാടക വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഇവളുടെ ഹസ്ബൻഡിനെ കാണാനില്ല. അങ്ങനെ ഇവൾ വിചാരിച്ചു അവൻ്റെ അമ്മയുടെ വീട്ടിൽ പോയിരിക്കുമെന്ന് പറഞ്ഞ് ഇവൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈവനിങ് ആയിട്ടും അവനെ കാണാനില്ലാത്തത് കൊണ്ട് അവൻ്റെ അമ്മയെ വിളിച്ച് ചോദിക്കുകയാണ്, അവിടെ വന്നിരുന്നോ. പിന്നെ അവൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്തും വിളിച്ച് ചോദിക്കായിരുന്നു. അപ്പോൾ അവരൊക്കെ പറയായിരുന്നു, അല്ല ഇവിടെ വന്നിട്ടില്ല എന്ന് പറയാണ്. എന്നാലും ഇവൾ ഒരു 3-4 ദിവസം വരെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവൻ വന്നതേ ഇല്ല. അങ്ങനെ ആയപ്പോൾ ഇവൾക്ക് പേടി തോന്നി. ഇവൾ വന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് ചെയ്യാണ്. അപ്പോൾ പോലീസൊക്കെ എല്ലായിടത്തും അന്വേഷിച്ചെങ്കിലും അവനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്നാലും അവളൊരു 3-4 മാസം ആ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്ത് ഇവന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ അവനെ കാണാത്തത് കൊണ്ട് തന്നെ ഇവളുടെ വീട്ടിലേക്ക് മടങ്ങി പോവായിരുന്നു. പിന്നീട് നിറയെ പേര് ആ വീട്ടിൽ വാടകയ്ക്ക് വന്നിരുന്നെങ്കിലും അവർക്കൊന്നും ഒരു 1 വീക്ക് വരെ തന്നെ അവർക്ക് താമസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നോ എങ്ങനെയോ അവർ മാറി പോവുമായിരുന്നു. ആ വീടിൻ്റെ ഓണേഴ്സ് വീട് വെക്കാൻ നോക്കിയിട്ടും വീട് വാടകയ്ക്ക് കൊടുക്കാൻ നോക്കിയിട്ട്
വർഷമായിട്ടും ആരും വന്ന് താമസിക്കുന്നില്ലായിരുന്നു. കാരണം എന്തോ ഒരു പ്രോബ്ലം ആ വീടിനുണ്ടെന്നുള്ളത് പരക്കെ നാട്ടിൽ പാട്ടായി. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, കാരണം ആരും വന്ന് വാങ്ങുന്നില്ലായിരുന്നു എന്ന് വെച്ചാൽ ഈ കഥ പറയുന്ന ആ സ്ത്രീ വന്ന് അവരുടെ മകൾക്ക് എന്തോ പ്രസവ സംബന്ധമായിട്ട് എന്തോ ഒരു ഇഷ്യൂ കൊണ്ട് അവർ 6 മാസം വരെ അവരുടെ വീട്ടിലായിരുന്നു. ആ സമയത്താണ് അറിയുന്നത് ആരോ വീട് വാങ്ങി എന്ന് അറിയുന്നത് അപ്പോഴായിരുന്നു എന്ന് പറയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ ഇവളുടെ അമ്മയ്ക്ക് എന്താണെന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം സത്യമാണല്ലോ, ഇവർക്കും നിറയെ എക്സ്പീരിയൻസ് ഒക്കെ ആ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇവളുടെ അമ്മയ്ക്ക് എന്തായിരിക്കും പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ഇവളുടെ അച്ഛൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യായിരുന്നു. അതായത് അന്ന് ലൈബ്രറിയിൽ നടന്ന ഇഷ്യൂ ഒക്കെ പറയായിരുന്നു. അപ്പോൾ അവളുടെ അച്ഛൻ പറയായിരുന്നു, നിനക്ക് തോന്നിയതായിരിക്കാം. സാധാരണ നമുക്ക് എല്ലാവർക്കും തന്നെ ലോൺലി ആയിട്ടിരിക്കുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുമല്ലോ, എന്തോ ഉണ്ട് സംഭവം ഉണ്ടെന്ന് തോന്നുമല്ലോ, അങ്ങനെ നിനക്ക് ഫീൽ ചെയ്തതായിരിക്കും. സോ അതിനെ ഒന്ന് നീ കാര്യമായിട്ട് എടുക്കണ്ട, വിട്ടേക്ക് എന്ന് പറയാം. പക്ഷേ ഇവർ അന്ന് തന്നെ വീട്ടിൽ പോയെങ്കിലും അവർക്ക് അന്നും ഇത് സെയിം ഡിസ്റ്റർബൻസും ഇവർക്ക് ഈ ലൈബ്രറിയിൽ എന്തൊക്കെ ഒച്ചയും ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. കാലത്ത് എണീറ്റ് നോക്കുമ്പോൾ അടഞ്ഞു കിടന്ന വാതിൽ താനെ തുറന്നു കിടക്കുന്നു. അവിടുത്തെ കിടന്ന ബുക്സ് ഒക്കെ വാരി വലിച്ച് വിതറിയിട്ടിരിക്കുന്ന പോലെ തറയിൽ കിടക്കായിരുന്നു. അപ്പോഴും ഇവർ തിങ്ക് ചെയ്തത് മേ ബി കാറ്റിൽ എന്തെങ്കിലും വീണതായിരിക്കാം എന്നൊക്കെയാണ് തിങ്ക് ചെയ്തത്. എന്നാലും ഇവളുടെ അമ്മയുടെ മനസ്സിൽ ഇവർ പറഞ്ഞ കഥയൊക്കെ ഉള്ളതുകൊണ്ട് ഇവരുടെ തന്നെ ഒരു ബന്ധത്തിൽ പറഞ്ഞ് ഒരു പ്രശസ്തനായ ജ്യോത്സ്യനെ ഈ വീട്ടിൽ വരുത്തുകയായിരുന്നു. അപ്പോൾ അയാൾ പറയാണ്, എന്തൊക്കെ നെഗറ്റീവ്സ് ഈ വീട്ടിലുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ വന്ന് ഒരു പൂജ നടത്താം. പൂജ നടത്തുന്ന സമയത്ത് കുറച്ച് പോസിറ്റിവിറ്റി വരും, നിങ്ങൾക്ക് ഈ ചേഞ്ച് വരാം എന്ന് പറഞ്ഞ് ഇവരങ്ങനെ പൂജ നടത്തുകയാണ്. അപ്പോൾ പൂജ നടത്തിയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ അയാൾ പ്രവചിക്കുകയാണ്, ഈ വീട്ടിലൊരു പ്രേത സാന്നിധ്യമുണ്ട് എന്ന് പറയുകയാണ്. ഇത് കേട്ടത് ഇവർക്ക് വിശ്വാസമായി. അപ്പോൾ അടുത്തേയും കുറേ പൂജകളും ഇതൊക്കെ നടത്തിയിട്ട് പറയാണ്, ഈ ലൈബ്രറിയിലോട്ട് പോവുകയാണ്. പോയിട്ട് പറയാണ്, ഇവിടെയാണ് പ്രോബ്ലം, അപ്പം ഇവിടെ വന്ന് ഈ തറ ഒന്ന് പൊളിച്ചു നോക്കണം. കാരണം ഈ തറയിൽ എവിടെയാണ് എന്തോ ഒരു പ്രശ്നം കാണുന്നത്, അതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആകും എന്ന് പറയാൻ. പക്ഷേ ഇവർക്ക് തീരെ താല്പര്യമല്ലായിരുന്നു. കാരണം ഇവർ എത്രയോ രൂപ മുടക്കിയാണ് വീണ്ടും അവർ ആ വീടിനെ ഒന്ന് റിനോവേറ്റ് ചെയ്തെടുത്തത്. മൊത്തത്തിൽ ഇവർക്ക് ചിലവിൻ്റെ മേലെ ചിലവായിരുന്നു. അപ്പോൾ അവളുടെ അച്ഛൻ വന്ന് സമ്മതിക്കുക, അതൊന്നും പറ്റത്തില്ല, കാരണം ഈ ഇടയ്ക്കാണ് നമ്മൾ വന്ന് റിനോവേറ്റ് ചെയ്തത്, ഇനി പറ്റത്തില്ല എന്ന് ഇവളുടെ അച്ഛൻ പറയായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും വെച്ചുകൂടെ നോക്കാം എന്ന് പറയാണ്. അപ്പോൾ ഇവളുടെ അപ്പൂപ്പനൊക്കെ പറയായിരുന്നു, എന്തായാലും ഇത്രത്തോളം ആയില്ലേ, അദ്ദേഹം പറയുന്നത് കേൾക്കാം എന്ന് പറഞ്ഞ് അവരുടെ നിർബന്ധ പ്രകാരം ഇവർ പിന്നെ കുഴിച്ചു നോക്കായിരുന്നു. അങ്ങനെ ഭയങ്കര ആഴത്തിലൊന്നുമല്ല, ഒരു മീഡിയം ദൂരത്തിൽ പോയപ്പോൾ സീരിയസ്ലി സർപ്രൈസിങ് ആയിട്ടിരുന്നു അവിടെ ഒരു സ്കെൽട്ടൺ കിടക്കുന്നു. ഇവരൊക്കെ ആകെ പാനിക്കായി. ഇവർ ഒട്ടും വൈകിക്കാതെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയായിരുന്നു. അങ്ങനെ പോലീസ് വന്ന് ചെക്ക് ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന സമയത്ത് ആ പെൺകുട്ടിയെ പോയി കാണുകയും ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്യുകയും എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്ന സമയത്താണ് അറിയുന്നത്, ഇവൻ്റെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ ഇവളും ഇവളുടെ സഹോദരനും അച്ഛനും ചേർന്ന് അവനെ കൊല്ലുകയായിരുന്നു. കൊന്നിട്ട് അടുക്കളയിൽ മൂടുകയായിരുന്നു. പക്ഷേ ഇവർക്ക് നാട്ടുകാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇവർ തന്നെ നടത്തിയ ഒരു പ്ലാനിങ് ആയിരുന്നു ഈ കടയിൽ വന്നിരിക്കുന്നതും അവർ സംസാരിച്ചിട്ടിരിക്കുന്നതും അവൻ ടോർച്ചർ ചെയ്യുന്നെന്നുള്ള ഒരു ഇമേജൊക്കെ ക്രിയേറ്റ് ചെയ്ത് അന്ന് കുറേ ദിവസം അവിടെയൊക്കെ താമസിച്ച് അങ്ങനെ അവൻ എവിടെയോ പോയതാണെന്ന് ഇവൾ വരുത്തി തീർക്കുകയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇവൾ അവിടെ പോയി. അവൾ വേറെ വിവാഹമൊക്കെ കഴിച്ചിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ അറിയുകയായിരുന്നു അവനെ കൊന്ന് അവിടെ ഇട്ടിരുന്നതാണ്. സോ അതിൻ്റെ നടപടിയും ആ സ്കെൽട്ടനൊക്കെ അവിടെ മാറ്റി പിന്നെ ഇവർ വീണ്ടും ആ പൂജയൊക്കെ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത ശേഷമാണ് അവർ പിന്നെ അവിടെ താമസിക്കാൻ തുടങ്ങിയത്. അത് പിന്നെ ആ മിസ്റ്ററി സോൾവ് ആവുകയായിരുന്നു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. I should've taken my time, pull you in closer, be kissing you slower, you'd still be mine if I